ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. എന്താ പറയുക, ഒരു ലോങ് വീഡിയോ എടുക്കാനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു. കാരണം നമ്മൾ മനുഷ്യരിലെ പല സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകും. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു ലോങ് വീഡിയോ എടുക്കുന്നത്. നമ്മളൊരു ഖത്തറിലെ ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവലിലോട്ട് പോവാണ്. അങ്ങനെ വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കാൻ ക്ലൈമറ്റ് സമ്മതിച്ചില്ല. അങ്ങനെ മിസ്റ്റർ ഹസ്ബൻഡ് വന്നപ്പോൾ ഞങ്ങൾ റെഡിയായി നേരെ ഇറങ്ങി. മെട്രോയിലാണ് പോകുന്നത്. മെട്രോ ഞങ്ങൾക്ക് ഇവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, കുറച്ച് ദൂരമുള്ളൂ നടക്കാനായിട്ട് ഇവിടുന്ന്. ഇന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര മോശമായിരുന്നു. നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ പോവാന്ന് വിചാരിച്ചു. ഹസ്ബൻഡ് ചെറിയ വിഷമത്തിലാണ്. പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സ് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല. അതിൻ്റെ വിഷമത്തിലാണ് പുള്ളിക്കാരൻ. അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ മെട്രോ എത്തിയിട്ടുണ്ടായിരുന്നു. മെട്രോക്ക് കിട്ടി. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് എഗെയിൻ വേറെ ലൈൻ മെട്രോ എടുക്കണം. പിന്നെ ഇതാണ് ഇവിടുത്തെ വലിയ മെട്രോ സ്റ്റേഷൻ. മെയിൻ ആയിട്ടുള്ള മെട്രോ സ്റ്റേഷൻ ഇതാണ്. ഇവിടുന്ന് ഗോൾഡ് ലൈൻ, ഗ്രീൻ ലൈൻ, റെഡ് ലൈൻ അങ്ങോട്ടേക്കുള്ള സ്റ്റേഷൻസ് ആണ് മെയിൻ സ്റ്റേഷൻ. സോ ഇവിടുന്ന് നമ്മൾ ഗോൾഡ് ലൈൻ എടുത്തു. അവിടുന്ന് ഒരു സെക്കൻഡ് സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. അവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് സ്റ്റേഡിയത്തിലോട്ടുള്ള. അങ്ങനെ സ്റ്റേഡിയം എത്തി. ഇത്രയധികം ആൾക്കാരൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അത്രയും ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്രയും വലിയൊരു ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 200-ലധികം ഫുഡ് കൗണ്ടേഴ്സ് അവിടെ അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾക്ക് നടന്ന് കാലൊക്കെ വയ്യാണ്ടായി. അത്രയധികം കൗണ്ടേഴ്സും ഒരു സ്റ്റേഡിയത്തിന്റെ ചുറ്റും ഫുൾ കൗണ്ടേഴ്സ് ആയിരുന്നു, ഫുഡ് കൗണ്ടേഴ്സ് ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തെ ഫുഡും അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. കാരണം അവിടുത്തെ രാജ്യത്തിലെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം അവര് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഖത്തറിലെ ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റ്സിലെ കൗണ്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഫുഡ് കൂടാതെ തന്നെ ഒരുപാട് ഗെയിം ഷോസ് ഉണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് നമുക്ക് ഗെയിം ഷോസിൽ പങ്കെടുക്കാം, ഫ്രീ ഫുഡ് കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കാരണം കിഡ്സിനൊക്കെ കൊണ്ടുവരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഇവരൊക്കെ പിടിച്ചു നിർത്താനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ ഗെയിം ഷോസും കാര്യങ്ങളും, കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഗെയിം ഷോസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അവിടെ. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം കണ്ടത്. DJ പാർട്ടി ഉണ്ടായിരുന്നു നമ്മൾ അവിടെ എത്തിയപ്പോൾ. അതിൽ കുറേ നേരം നിന്നോട്ടെ നമ്മള്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള DJ പാർട്ടി ആയിരുന്നു അവിടെ. അങ്ങനെ ഒരുപാട് താഴെ ഇരുന്നിട്ടുള്ള ഒരുപാട് ഫുഡ് സെന്ററൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഡിന്നർ ഇൻ ദ സ്കൈ, ഡിന്നർ മുകളിലിരുന്ന് കഴിക്കുന്ന ആ ഒരു സെറ്റപ്പ് ഒക്കെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇത്തിരി കോസ്റ്റ്ലി ആണെങ്കിലും ഇതൊക്കെ വെറൈറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഫൈനലി 9 o'clock ഒക്കെ ആയപ്പോൾ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഫയർ വർക്ക്സും ഡ്രോൺ ഷോ എല്ലാം ഉണ്ടായിരുന്നു അവിടെ. ഫയർ വർക്ക്സ് ഒക്കെ തീർന്നപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ഇനിയും വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെട്രോ ഫുള്ളാവും. അതുകൊണ്ട് വേഗം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങി.